ഇത് വെറും ഒരു ക്രിമിനൽ ആക്രമണമല്ല. ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഇതൊരു കൊട്ടേഷൻ ആണെന്നാണ്. അതിനാൽ തന്നെ ഇതിനു പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവർ ആരായാലും, അവർ എത്ര വലിയവനായാലും ശിക്ഷിക്കപ്പെടണം. കേരളം മുഴുവൻ ആക്രമിക്കപ്പെട്ട എൻ്റെ സുഹൃത്തിനൊപ്പം നിൽക്കണം. കേരളത്തെ പിടിച്ചുകുലുക്കിയ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവത്തിന് തൊട്ടു പിന്നാലെ 2017 ഫെബ്രുവരി 19 ബുധനാഴ്ച വൈകുന്നേരം എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടി മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളാണിത്. ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിനിമാ പ്രവർത്തകരും സിവിൽ സൊസൈറ്റിയും ചേർന്ന് നടത്തിയ പരിപാടിയായിരുന്നു വേദി. നടിക്കെതിരെ നടന്നത് ഗൂഢനീക്കമാണെന്ന ആ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പിന്നീട് അന്വേഷണത്തിന്റെ ഗതി മാറുന്നത്. ആ നിമിഷം മുതൽ ഇന്ന് വരെ അതിജീവിതയ്ക്കൊപ്പം അടിയുറച്ചു നിന്ന പല സിനിമാ പ്രവർത്തകരും മൊഴിമാറ്റിയപ്പോൾ തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു മഞ്ജു. അതിന്റെ പേരിൽ പലവിധ ആരോപണങ്ങളും ആക്രമണങ്ങളും അവർ നേരിട്ടു. പക്ഷേ മഞ്ജു അണുവിട വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. 2017 ഫെബ്രുവരി 17 കേസിനാസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത്. തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കാറിൽ യാത്ര ചെയ്യവേ നടിയെ പൾസർ സുനിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഓടുന്ന കാറിൽ വെച്ച് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയുമാണ് ഉണ്ടായത്. സംഭവത്തിന് തൊട്ടു പിന്നാലെ ഫെബ്രുവരി 19 അവൾക്കൊപ്പം എന്ന പേരിൽ സിനിമാ പ്രവർത്തകർ ഒരു ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ വെച്ച് മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗമായിരുന്നു ഈ കേസിലെ നിർണായക വഴിത്തിരിവുകളിലൊന്ന്. ഈ കേസിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് ആദ്യമായി പൊതുസമൂഹത്തോട് മഞ്ജു വിളിച്ചു പറഞ്ഞത് ഈ പൊതുയോഗത്തിൽ വെച്ചാണ്. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. ആക്രമിക്കപ്പെട്ട നടിയുമായി താൻ സംസാരിച്ചിരുന്നുവെന്നും കേരളം ഒറ്റക്കെട്ടായി അവൾക്കൊപ്പം നിൽക്കേണ്ടതുണ്ടെന്നും അന്ന് മഞ്ജു പറഞ്ഞു. ഈ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സിനിമാ രംഗത്ത് നിന്നും ആദ്യമായി പറഞ്ഞതും മഞ്ജുവായിരുന്നു. മഞ്ജുവിന്റെ ഈ വാക്കുകൾ തന്നെയായിരുന്നു കേസിലെ ദിലീപിന്റെ പങ്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തെത്തിച്ചതും പിന്നീട് ദിലീപിന്റെ അറസ്റ്റിലേക്ക് നയിച്ചതും. 2017 ജൂൺ 21 മഞ്ജു അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകുന്നത്. ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട നടി തന്നോട് പറഞ്ഞിരുന്നുവെന്നും ഇത് ദിലീപിൽ വൈരാഗ്യം വളർത്തിയെന്നും മഞ്ജു മൊഴി നൽകി. ഈ വൈരാഗ്യമാണ് പിന്നീട് ഗൂഢാലോചനയിലേക്കും ശേഷം നടി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകുന്നതിലേക്കും നയിച്ചതെന്നുമാണ് മഞ്ജു മൊഴി നൽകിയത്. ഈ മൊഴികൾ കൂടി പരിഗണിച്ചാണ് ദിലീപിനെ കേസിൽ 8ാം പ്രതിയാക്കിയതും. 2017 നവംബർ 22 തയ്യാറാക്കിയ അനുബന്ധ കുറ്റപത്രത്തിൽ ഈ കേസിലെ പ്രധാന സാക്ഷിയായി മഞ്ജുവിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് കോടതിയിൽ നടന്ന വിസ്താരത്തിലും മഞ്ജു തന്റെ മൊഴികളിൽ ഉറച്ചുനിന്നു. 2020 ഫെബ്രുവരി 27, 28 തീയതികളിലായാണ് വിചാരണ കോടതിയിൽ മഞ്ജുവിനെ വിസ്തരിച്ചത്. ഈ സമയത്തും മഞ്ജു അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികളിൽ ഉറച്ചുനിന്നു. ദിലീപിനെതിരായ മൊഴി കോടതി രേഖപ്പെടുത്തുകയും ചെയ്തു. 2022 ഏപ്രിൽ 8 തുടരന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് വീണ്ടും മഞ്ജുവിനെ വിളിപ്പിച്ചു. ഈ കേസിന്റെ ഗൂഢാലോചന തെളിയിക്കുന്നതിന് വേണ്ടി ദിലീപിന്റേതാണെന്ന് സംശയിക്കുന്ന ചില ശബ്ദരേഖകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. വർഷങ്ങളോളം ദിലീപിന്റെ പങ്കാളിയായിരുന്ന മഞ്ജു പ്രസ്തുത സംഭാഷണത്തിലെ ശബ്ദം ദിലീപിന്റേതാണെന്ന് തിരിച്ചറിയുകയും അത് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ പറയുകയും ചെയ്തു. സംവിധായകൻ ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ചില ശബ്ദരേഖകളുടെ ആധികാരികത പരിശോധിക്കാനും കോടതി മഞ്ജു വാര്യരെ വിസ്തരിച്ചിരുന്നു. 2023 ഫെബ്രുവരി 21 ഇത്. അന്നും മഞ്ജു ആ ശബ്ദം ദിലീപിന്റേതാണെന്ന് കോടതിയോട് ഉറപ്പിച്ചു പറഞ്ഞു. ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായും നടിക്കൊപ്പം നിന്ന സിനിമാ മേഖലയിൽ നിന്നുള്ള അപൂർവ വ്യക്തികളിൽ ഒരാളാണ് മഞ്ജു വാര്യർ. ഇതിന്റെ പേരിൽ നിരവധി ആക്രമണങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു. ദിലീപിനെതിരെ മൊഴി നൽകിയതിന്റെ പേരിൽ സ്വന്തം മകൾ പോലും മഞ്ജുവിനെ തള്ളിപ്പറയുന്ന സ്ഥിതിയുമുണ്ടായി. എങ്കിലും അവർ നിലപാടിൽ നിന്നും പിന്നോട്ടു പോയില്ല. മഞ്ജുവിന്റെ വിശ്വാസ്യത തകർക്കുന്നതിനായുള്ള ചില ഇടപെടലുകൾ ദിലീപിന്റെ സഹോദരന്റെ ഭാഗത്തു നിന്നും പ്രതികളുടെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും കേസിന്റെ കാലയളവിലുണ്ടായിരുന്നു. ദിലീപിന്റെ സഹോദരൻ അനൂപും അഭിഭാഷകനും ഇത് സംബന്ധിച്ച് നടത്തുന്ന ഒരു സംഭാഷണത്തിന്റെ ശബ്ദരേഖയും പിന്നീട് പുറത്തുവന്നു. മഞ്ജു മദ്യപിക്കാറുണ്ടായിരുന്നു എന്നും ഇത് ദിലീപ് വിലക്കിയിരുന്നു എന്നും കോടതിയിൽ പറയാൻ അഭിഭാഷകൻ ദിലീപിന്റെ സഹോദരനെ നിർബന്ധിക്കുന്നതായിരുന്നു ഈ ശബ്ദരേഖ. മഞ്ജുവിന്റെ പിടിവാശിയാണ് ഇരുവരും തമ്മിലുള്ള വിവാഹമോചനത്തിന് കാരണമായതെന്നും കോടതിയിൽ പറയാൻ അഭിഭാഷകൻ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ഈ സംഭാഷണത്തിൽ അനൂപ് ഇത് നിരസിക്കുന്നുണ്ടെങ്കിലും അനൂപിന്റെ ഭാഗത്തു നിന്ന് മഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്ന ചില പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. മഞ്ജു വീണ്ടും അഭിനയത്തിലേക്ക് മടങ്ങിയതും ഗുരുവായൂരിൽ ഡാൻസ് പ്രോഗ്രാം നടത്തിയതും ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങളുമെല്ലാമാണ് ഇരുവരും തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമായത് എന്നായിരുന്നു അനൂപിന്റെ വാദം.
മഞ്ജു കുടുംബത്തെ ശ്രദ്ധിക്കുന്നത് കുറഞ്ഞിരുന്നുവെന്നും സംവിധായകൻ ശ്രീകുമാർ മേനോനുമായി മഞ്ജുവിന് അടുപ്പമുണ്ട് എന്നുവരെ ദിലീപിന്റെ സഹോദരൻ അനൂപ് പറഞ്ഞു. ഇത്തരത്തിൽ കേസിലെ പ്രധാന സാക്ഷി എന്ന നിലയിൽ മഞ്ജുവിനെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് ഇക്കാലത്ത് ദിലീപിന്റെയും അദ്ദേഹത്തിന്റെ സംഘത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായത്. കൂടാതെ മഞ്ജു അഭിനയിച്ചിരുന്ന സിനിമകളിൽ നിന്ന് നായകരെ പിൻവലിക്കാനും മാറ്റാനുമുള്ള ഇടപെടലുകളും ദിലീപ് നടത്തിയിരുന്നു. തന്നെ കൊടുക്കാനുള്ള മഞ്ജുവിന്റെ ഗൂഢാലോചനയാണ് എല്ലാത്തിനും പിന്നിലെന്ന് പോലും ജാമ്യാപേക്ഷയ്ക്കിടെ ദിലീപ് ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. ഇത്രയേറെ വേട്ടയാടലുകളും ഒറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വന്നെങ്കിലും കേസിന്റെ എല്ലാ ഘട്ടത്തിലും ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം തന്നെയായിരുന്നു മഞ്ജു. നടിക്കായി താരസംഘടനയോട് കലഹിച്ച് നിലപാടുയർത്തി ഒരു സംഘം നടിമാർ വിമത ശബ്ദമുയർത്തിയപ്പോൾ അവർക്കൊപ്പവും മുന്നിൽ മഞ്ജു ഉണ്ടായിരുന്നു. കേസിൽ നടിമാർ ഉൾപ്പെടെ പലരും കൂറുമാറിയപ്പോഴും മഞ്ജു തന്റെ നിലപാടിൽ നിന്നും പിന്നോട്ടു പോയില്ല. ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിനും കോടതിക്കും പൊതുസമൂഹത്തിനും മുന്നിൽ മഞ്ജു നടത്തിയ തുറന്നു പറച്ചിലുകളും ഇടപെടലുകളും കൂടിയാണ് ഈ കേസിൽ ദിലീപിന്റെ പങ്ക് കൂടുതൽ വെളിപ്പെടാൻ കാരണമായത്.